മക്കളെ, ഇന്ന് നമുക്ക് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ നോക്കാം. അതായത് നിങ്ങൾക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് വാർഷിക പരീക്ഷേൻ്റെ ഒരു മോഡലാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് എന്താണ് ആക്ടിവിറ്റി, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് വന്നിരിക്കുന്നത് എന്ന്. നിങ്ങൾക്കിവിടെ 6 ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ 5 എണ്ണം മാത്രം ചെയ്താൽ മതി. ഓക്കെ, എത്ര തന്നിട്ടുണ്ടായിരിക്കും? 6 ആക്ടിവിറ്റി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ എത്രണ്ണമാണ് ചെയ്യേണ്ടത്? 5 എണ്ണം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി വായിച്ചു നോക്കാം. മേരെ ഘർ സുസവ നദിക്ക് കിനാരെ ഹെ. അതായത് ഇവിടെ നിങ്ങൾക്കൊരു ബോക്സിൽ തന്നിരിക്കുന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. ആ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പം നമ്മൾ 2 എക്സാം എഴുതിയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമ്മൾ എഴുതിയില്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വാർഷിക പരീക്ഷയിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടുന്ന അത്രയും എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. മേരെ ഘർ സുസവ നദിക്ക് കിനാരെ ഹെ. എൻ്റെ വീട് സുസവ നദിയുടെ തീരത്താണ്. വഹീൻ ജൽ മുർഗിയോं का एक परिवार भी रहता है. അവിടെ ജലമുർഗികളുടെ ഒരു കുടുംബം കൂടി താമസിക്കുന്നുണ്ട്. ആജ് സുബഹ് ജൽമുർഗിയോं के चूसे मेरे घर में घुस आए. ഇന്ന് രാവിലെ ജലമുർഗികളുടെ ഒരു കുട്ടി എൻ്റെ വീട്ടിലേക്ക്, ചൂസെ കുട്ടികൾ, ജൽമുർഗി കുട്ടികൾ അതായത് കുളക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. മേനെ ദീവാർക്കി ഓട്ടുമേക്ക് ബിലൗട്ടാതേക്ക. ഞാൻ ചുമരിൻ്റെ മറവിലായിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. നോക്കാം. നദിക്ക് കിനാരെ ഡാഷ് ഹെ. നദിക്ക് കിനാരെ സ്കൂൾ, നദിക്ക് കിനാരെ ഘർ, നദിക്ക് കിനാരെ മൈതാൻ. ഏതാണ്? നദിക്ക് കിനാരെ, നദിയുടെ തീരത്താണ്. എന്തെന്നാ പറഞ്ഞത്? മേരെ ഘർ അല്ലേ, എൻ്റെ വീട്. എൻ്റെ വീട് സുസവ നദിയുടെ തീരത്താണ് എന്നാണ് പറഞ്ഞത്. നദിക്ക് കിനാരെ, നിങ്ങളുടെ ചോദ്യത്തിലുള്ള നദിക്ക് കിനാരെ കണ്ടോ. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഘർ. അതാ ഇവിടെ ഉണ്ട്, ഘർ എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നദിയുടെ തീരത്ത് എന്താണുള്ളത്? വീടാണ് ഉള്ളത്. സ്കൂളല്ല, മൈതാനമല്ല, എന്താണുള്ളത്? വീട് അല്ലേ. ആജ് സുബഹ് കോൻ ഘർ മേ ഘുസ് ആയേ. ഇന്ന് രാവിലെ ആരാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത്? ആരാണ് വീട്ടിനുള്ളിലേക്ക് വന്നു എന്ന് പറഞ്ഞത്? ഘർ ഘുസ് ആയേ. കണ്ടോ, ഈ സെന്റൻസിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പം എന്താണ്? ആജ് സുബഹ് ജൽ മുർഗിയോം കെ ചൂസേ. ആരാണ് വന്നത്? കുളക്കോഴി കുഞ്ഞുങ്ങളാണ് അല്ലേ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ജൽമുർഗിയോं के ചൂസേ എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സബേര ശബ്ദ കാ സമാനാർത്ഥക ശബ്ദ പാഠഭാഗസേ ചുൻകർ ലിഖിയേം എന്നാണ് പറഞ്ഞത്. സബേര എന്ന് പറഞ്ഞാൽ രാവിലെ. എന്താണ് സബേര? രാവിലെ. സബേര രാവിലെ. അപ്പം രാവിലെ എന്നുള്ളതിന് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആജ് സുബഹ്, ഇന്ന് രാവിലെ. സുബഹ് എന്താണ്? സുബഹ് രാവിലെ. അപ്പം സബേരെ എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നത് എന്താണ്? സുബഹ് അല്ലേ. അപ്പം ഇവിടെ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? സുബഹ് എന്നാണ് ആൻസർ കിട്ടിയത്. ദീവാർ കി ഓട്ടുമേ കിസ്കോ ദേക്ക. നമുക്ക് സെന്റൻസിലേക്ക് വീണ്ടും നോക്കാം. ദീവാർ കി ഓട്ടുമേ കണ്ടോ. ദീവാർ കി ഓട്ടുമേ ബിലൗട്ട. എന്താണ് ആൻസർ? ബിലൗട്ട. എന്താണ് കണ്ടത്? ബിലൗട്ട അല്ലേ. ജൽമുർഗിയോं का परिवार कहाँ रहता है. ജലമുർഗികളുടെ കുടുംബം എവിടെയാണ് താമസിച്ചിരുന്നത്? വഹീം ജൽമുർഗിയോं का एक परिवार भी रहता है. അപ്പൊ വഹീം അവിടെ, എവിടെ എന്നാ പറയണത്? വഹീം എഴുതി വെക്കരുത് കേട്ടോ. അവിടെ കുളക്കോഴികളുടെ ഒരു കുടുംബം താമസിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. മേരെ ഘർ കെ സുസവ നദിക്ക് കിനാര. അപ്പൊ എവിടെയാണ്? സുസവ നദിയുടെ തീരത്ത് അല്ലേ. അപ്പൊ നദീ തീരത്ത്, നദിയിൽ, നദീമേം എവിടെയാണ്? നദീമേ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? നദീമേ എന്നാണ് വരുന്നത്. ഗർമേം പറഞ്ഞാൽ വീട്ടിൽ, വന്മേം വനത്തിൽ. വീട്ടിൽ ജലമുർഗികളുടെ കുടുംബം താമസിച്ചിരുന്നു, ശരിയാണോ? അല്ല. വനത്തിൽ ജലമുർഗികളുടെ കുടുംബം താമസിച്ചിരുന്നു, ശരിയാണോ? അല്ല. നദിയിൽ ജലമുർഗികളുടെ കുടുംബം താമസിച്ചിരുന്നു, ശരിയാണ് അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ എഴുതി ഒന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ആൻസർ എഴുതിയാൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആൻസർ ഘർ, 2 ജലമുർഗിയോं के ചൂസേ, 3 സുബഹ്, 4 ബിലൗട്ട, 5 നദീമേ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. കവിത വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാനി സെ ഹി ഫസലേ ഉഗ്തി ഹർ വൻ ഉപവൻ ഫൽത്ത.
പാനി സേ ഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്ത. കവിതക്കോ ഉചിത് ശീർഷക് ദേവ് എന്നാണ് ആദ്യം തന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ. കവിതയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു ശീർഷക് നൽകുക. എന്താ ശീർഷക് പറഞ്ഞാല്? നിങ്ങൾക്ക് അറിയാലേ, ശീർഷക് പറഞ്ഞാൽ ടൈറ്റിൽ കൊടുക്കുക, പേര് കൊടുക്കുക, കവിതയ്ക്ക് ഒരു പേര് കൊടുക്കുക. പാനി സേ ഹി ഫസലെ ഉഗ്തി ഹർ വൻ ഉപവൻ ഫൽത്ത. പാനി സേ ഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്ത. നമ്മൾ പഠിച്ച കവിതയാണിത് അല്ലേ. നീച്ചെ ദിയെ ശബ്ദോ കാ സമാനാർത്ഥക ശബ്ദ കവിതാ സെ ചുൻകർ ലിഖേ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഒന്നുകൂടെ പറയാ, കവിതയുടെ ശീർഷകം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഈ കവിത വായിച്ചിട്ട് ഏകദേശം എങ്ങനെയാണോ അതിന് പേര് നൽകേണ്ടത് ആ ഒരു പേര് നൽകാമെന്ന് ആദ്യം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പാനി എന്ന് കൊടുക്കാം, ഫസലേം കൊടുക്കാം, ഉപവൻ കൊടുക്കാം അല്ലേ, വസ്തുത എന്ന് കൊടുക്കുക. അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിന് പേരായിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പാനി എന്നാണ് ഞാനിവിടെ അതിന് പേരായിട്ട് നൽകിയത് കേട്ടോ, ടൈറ്റിൽ കൊടുത്തത്. പാനി കൊടുക്കുക, ഫസലേം, അതുപോലെ തന്നെ ഉപവൻ, വസുധ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ശീർഷകമായിട്ട് കൊടുക്കാം. ഇനി നീച്ചെ ദിയെ ശബ്ദോ കാ സമാനാർത്ഥക ശബ്ദ കവിതാസെ ചുൻകർ ലിഖേ. താഴെ തന്നിരിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, 2 ശബ്ദം തന്നിട്ടുണ്ട്. അതിൻ്റെ സമാന അർത്ഥമുള്ള പദം എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ജൽ എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നത്, ഭൂമി എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നത്. ജൽ എന്നതിൻ്റെ അതേ അർത്ഥം എന്താണ്? ജൽ, ജലം, പാനി അല്ലേ, പാനി. പിന്നെ എന്താണ്? ഭൂമി, വസുധ, ഭൂമി. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് പേജിൽ ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി തന്നിട്ടില്ലേനോ, അതാണിത്. ഇനി അടുത്തത് പാനീസെ ഡേഷ് ഉഗ്തി. എന്താണ് പാനീസെ? നിങ്ങളുടെ അതിലേക്ക് നോക്കിയാൽ മതി. പാനീസെ ഫസലേം ഉഗ്തി. കണ്ട, ഫസലേം ഉഗ്തി. അപ്പം എന്താണ് ഉഗ്തി? ഫസലേം. മനസ്സിലായോ? എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? ഫസലേം. എങ്ങനെയാണ് എഴുതേണ്ടത് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഈ 2 സെൻറ്റൻസ് തന്നതിൽ ഒരു സെൻറ്റൻസാണ് ശരി, ഒന്ന് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാണോ ശരി അത് നിങ്ങൾ എഴുതണം. പാനീസെ വസുധാ പർ ജീവൻ ചൽത്ത. പാനീസെ വസുധാ പർ ജീവൻ നഹീ ചൽത്ത. വെള്ളമുള്ളത് കൊണ്ട് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നു എന്നാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. വെള്ളമുള്ളത് കൊണ്ട് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഏതാണ് ശരി? ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് ശരിയില്ലേ. നഹീ എന്നുള്ളത് തെറ്റാണ്. ഇവിടെ ന്യായാണ് കേട്ടോ. നഹി എന്നുള്ള എന്താണ്? തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ളത് അല്ലേ. നിലനിൽക്കുന്നില്ല എന്ന തെറ്റാണ്. പാനീസെ ഡേഷ് ഫൽത്ത. ഫസലേം വൻ ഉപവൻ വസുധ. നോക്കാം നമുക്ക്. പാനീസെ എന്താണ്? ഫൽത്ത എന്നുള്ള വരിയിലേക്ക് നോക്കുക. കണ്ട, ഫൽത്ത എന്നുള്ള വരി കിട്ടി. പാനീസെ ഹർ വൻ ഉപവൻ ഫൽത്ത. അപ്പം നമുക്ക് ഇവിടേക്ക് നോക്കാം. ഹർ വൻ ഉപവൻ തന്നിട്ടുണ്ടോന്ന്. വൻ ഉപവൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ വൻ ഉപവനാണ് എന്ത്? അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയാണ് രണ്ടാമത്തെ ആക്ടിവിറ്റികൾ. ഇനി നമുക്ക് എൻ്റെ ആൻസറിലേക്ക് പോവാം. രണ്ടാമത്തെ ആക്ടിവിറ്റീൻ്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തേന് ഞാൻ പേര് കൊടുത്തത് പാനി എന്നാണ്. രണ്ടാമത്തെ സമാന പദം എഴുതാനായിരുന്നു. ജൽ എന്നതിൻ്റെത് പാനി. വസുധ, ഭൂമിക്ക് എഴുതാൻ പറഞ്ഞത് വസുധ. പിന്നെ മൂന്നാമത്തിൽ ഫസലേം എന്നാണ് നമ്മൾ ആ ലൈനിൽ കണ്ടെത്തിയതാണ്. അതിൻ്റെ ആൻസർ ഫസലേം. പാനീസെ വസുധാ പർ ജീവൻ ചൽത്ത എന്ന സെൻറ്റൻസ് ആണ് ശരി എന്നത് നമ്മൾ അവിടെ കണ്ടു. വൻ ഉപവൻ ഒക്കെ നേരത്തെ നമ്മൾ അപ്പുറത്ത് കാണിച്ചത് തന്നെയാണെങ്കിൽ ഒന്ന് എഴുതിയത് കാണിച്ചു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന. ഇത് സഹി മിലാൻ കരേ എന്ന് പറയും. മിലാൻ കരേ. ശരിയായതിന് എന്താണ്? ചേർത്ത് എഴുതുക, അതായത് ചേരുംപടി ചേർക്കുക എന്ന് മലയാളത്തിൽ പറയല്ലോ, അതന്നെ സംഭവം. ജൽ മുർഗിയോക്കെ ചൂസേ. ഇതിലേക്ക് ഇങ്ങനെ നോക്കുക, നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ജൽ മുർഗിയോക്കെ ഓരോന്നും നേരെ നേരെ വായിച്ചു കൊടുക്കുക. ഇവിടെ ഗായ്, പേട്, ചൂസേ, സുന്ദർ ഹോത്ത, മച്ചലി, അത്രയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ടത് കിട്ടാത്ത കുട്ടികൾ, ചില കുട്ടികൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ വേഗം കിട്ടും കേട്ടോ. ജൽ മുർഗിയോക്കെ ചൂസേ എന്നാണെന്ന് അവർ പെട്ടെന്ന് കണ്ടെത്തും. പക്ഷെ അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ജൽ മുർഗിയോക്കെ എന്നതിൻ്റെ കൂടെ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പദങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. ജൽ മുർഗിയോക്കെ ഗായ്, ജൽ മുർഗിയോക്കെ പേട്, ജൽ മുർഗിയോക്കെ ചൂസേ,
അപ്പം കിട്ടിയില്ലേ? ജലമുറുകിയോം കെ ചൂസേ അവിടെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കാര്യമാണല്ലോ അത്, ഇതിങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോന്നിനെയും അങ്ങനെ വായിച്ച് നോക്കുക. അപ്പോൾ ആ ചൂസ് എന്നുള്ളത് കിട്ടി, നമ്മളത് ടിക്ക് ഇട്ടു, അത് ശരിയാക്കി. ഇനി താലാബുമേ, ഇനി ബാക്കി വായിച്ചു നോക്കുക. താലാബുമേ സുന്ദർ ഹോത്ത, താലാബുമേ മച്ചലി. എന്താണ് താലാബുമേ? താലാബ് പറഞ്ഞാൽ കുളമാണ്. കുളത്തിൽ എന്താണുള്ളത്? മച്ചലിയാണ് അല്ലേ, മത്സ്യമാണ്. അപ്പം അതും കിട്ടി. അടുത്തത് പേടുക്കെ നീച്ചേ, പേടുക്കെ നീച്ചേ ഗായ്, പേടുക്കെ നീച്ചേ അടുത്തത് പേട് തന്നെയാണ്. പിന്നെ ചൂസ് ചെയ്യാൻ നമുക്ക് നേരത്തെ ഉത്തരം കിട്ടിയതാണ്, അതുകൊണ്ട് അത് നോക്കണ്ട കേട്ടോ, അത് നമുക്കൊരു മാർക്ക് ചെയ്യാതെ ഉത്തരം കിട്ടിയതാണ്. മച്ചലി നമുക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് അത് രണ്ടും ഇനിയുള്ളതിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പേടുക്കെ നീച്ചേ ഗായ് നോക്കി, പേടുക്കെ നീച്ചേ പേട്, പേടുക്കെ നീച്ചേ സുന്ദർ ഹോത്ത. അപ്പോൾ ഏതാണ് ഇങ്ങനെ വായിക്കുമ്പോൾ ശരിയായിട്ട് വരുന്നത്? പേടുക്കെ നീച്ചേ ഗായ് ആണ് അല്ലേ. മരത്തിന് താഴെ എന്താണ്? ഗായ്, പശു. അപ്പോൾ അതും കിട്ടി. ഇനി അടുത്തത് ബുവാക്കെ ഗർമേം, ബുവാക്കെ ഗർമേം. ഇനി ഈ സുന്ദർ ഹോത്ത എന്നും പേട് എന്നും മാത്രമാണ് നമ്മൾ നോക്കാനുള്ളത്. ബുവാക്കെ ഗർമേ സുന്ദർ ഹോത്ത, ബുവാക്കെ ഗർമേ പേട് അല്ലേ. ബുവാക്കെ ഗർമേ പേട് നമ്മൾ പഠിച്ചതാണ്. അമ്മായിയുടെ വീട്ടിൽ മരമുണ്ട്, ആ മരത്തിൽ പക്ഷികളും ഒക്കെ വരാറുണ്ട്, അണ്ണാനൊക്കെ വരാറുണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ അല്ലേ. ബുവാക്കെ ഗർമേ പേട്. ഇനി ലാസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, പാനീസേ ജഗ് സുന്ദർ ഹോത്ത. ഓക്കെ, അപ്പം എല്ലാത്തിനും ആൻസറും കിട്ടിയല്ലോ. പാനീസേ ജഗ് സുന്ദർ ഹോത്ത, അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് നോക്കാം, നാലാമത്തെ ആക്ടിവിറ്റി. ശരിയായ വാക്ക് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ബാദൽ, ബാദൽ, ഫാദൽ, ബാദൽ. നിങ്ങൾ ഡിക്റ്റേഷൻ എടുക്കുമല്ലോ, ഡിക്റ്റേഷൻ എടുക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണോ ചെയ്യാറ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ തെറ്റ് 2 ഉണ്ട്, 1 ശരിയാണ്. അത് നോക്കിയിട്ട് ചെയ്യാം. ഇതാണ് ബാദൽ അല്ലേ, ഇതാണ് ബാദൽ. ഇനി അടുത്തത് സാഹർ, സാഗർ, സാഗർ, സാഗർ. ഇതാണ് സാഗർ, സാഗർ. ഇതാണ് സാഗർ എന്ന് ശരിയായിട്ടുള്ളത്. ഇനി സന്തര, സന്തര, സന്തര. ഏതാണ് സന്തര? ഇതാണ് സന്തര. 2 ഓറഞ്ചുകൾ നടക്കാനിറങ്ങി അല്ലേ, സന്തര. അടുത്തത് ധൂളാണ്, ധൂൾ, പൊടി, പൊടി എന്ന ധൂൾ. ഇതാണ് ധൂൾ, പൊടി, ധൂൾ. അടുത്തത് ആങ്കാണ്, ആങ്ക്. ഈ 2ാമത്തെ ആങ്കാണ് ഇതേ ശരിയല്ലേ. ഈ കാ ശരിയല്ല, ഈ ഗായും ശരിയല്ല. ആങ്ക്, കണ്ണ്. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ശരിയായത് ഏതാണോ അത് നോക്കിയിട്ട് എഴുതാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അത്യാവശ്യം നിങ്ങൾക്കുള്ള പാഠത്തിൽ അത്യാവശ്യം വരാൻ സാധ്യതയുള്ള വാക്കുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഹവാ ധൂളുക്കോ ചേടുക്കെ ബാഗി, നമ്മൾ പഠിച്ചതാണ് അല്ലേ, ചേട് അല്ലേ. ഹവാ ധൂളുക്കോ ചേടുക്കെ ബാഗി നമ്മൾ പഠിച്ചില്ലേനോ ഫസ്റ്റ് കവിതയിൽ. അതുപോലെ തന്നെ ദോ സന്തരേ നിഗലേ. എന്തിന് നിഗലേ? ഗേലിനെ, ഗൂമിനെ, നാച്ചിനെ. ഗേലിനെ കളിക്കാനിറങ്ങി, കറങ്ങാനിറങ്ങി, നൃത്തം ചെയ്യാനിറങ്ങി. എന്തിനാണ് അവരിറങ്ങിയത്? ഗൂമിനെ അല്ലേ, ഗൂമിനെ. ദോ സന്തരെ ഗൂമിനെ നിഗലേ. അടുത്തത് പാനി കാഹി, പാനി കാഹി സാഗർ. വെള്ളം എന്താണ്? സാഗരം, കടല്, സമുദ്രം. ഏക്ക് ബിൻബിന രഹാദ, മൂളിപ്പറക്ക. ബിൻബിന പറഞ്ഞാൽ ബാലു, മച്ചർ, ചൂസ. മച്ചറാണ് അല്ലേ, കൊതുകാണ് എന്തായത്? മൂളി പറഞ്ഞത്. ഏക്ക് മച്ചർ ബിൻബിന രഹാദ. പേട് പർ ഗായ് പത്തേ ഹാത്തി. ഗായ് പറഞ്ഞ പശുവാണ്, പത്തേ പറഞ്ഞ ഇലയാണ്, ഹാത്തി പറഞ്ഞ ആനയാണ്. മരത്തിൽ, മരത്തിൽ എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. മരത്തിൽ ആന ഉണ്ടാവുമോ, മരത്തിൽ പശു ഉണ്ടാവുമോ? എന്താ ഉണ്ടാവും മരത്തിൽ? പത്തയാണ്, ഇലയാണ് ഉണ്ടാവുക അല്ലേ. പത്തേ, പേട് പർ പത്തേ ഹേ, മരത്തിൽ ഇലകളുണ്ട്. ഇനി അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇവിടെ തന്നിരിക്കുന്ന പാഠഭാഗത്തിലുള്ള സെൻറ്റൻസ് ആണ്. അത് നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ദോ സന്തരേ ദേ, 2 നാരങ്ങകൾ ഉണ്ടായിരുന്നു, 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. ഏക് ദിൻ വേ ഗൂമിനെ നിഗലേ, ഒരു ദിവസം അവർ കറങ്ങാനിറങ്ങി. ഇവിടെ നോക്കൂ മക്കളെ, നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഗൂമിനെ അല്ലേ, ദോ സന്തരേ നിഗലേ എന്നുള്ള തൊട്ട് മുമ്പ് നോക്ക് ഗൂമിനെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ അറിയാം? ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് തരുന്ന സൂചനയിൽ ഇതുപോലെ ഏതെങ്കിലും ഉത്തരം
കിട്ടാനുള്ളൊരു സൂചന അവിടെ ഉണ്ടാവും നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ. അപ്പോൾ നിങ്ങളത് ഐഡിയക്ക് അനുസരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നിങ്ങളവിടെ തെറ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി ചെയ്യാനുള്ളൊരു അവസരം കൂടെ നിങ്ങൾക്ക് അടുത്ത ചോദ്യം വായിക്കുമ്പോൾ കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ. അച്ചാനക് ഏക് ബാലു സാമനെ ആ ഗയാ. പെട്ടെന്ന് ഒരു ബാലു അവരുടെ മുമ്പിലേക്ക് വന്നു. സന്ദരം കോ ദേക്ക് ഉസ്കെ മുഹമേ പാനി ആ ഗയാ. ഓറഞ്ചുകൾ കണ്ട് അവൻ്റെ വായിൽ വെള്ളമൂറി. കോൻ ഗൂമനെ നികലെ. ആരാണ് കറങ്ങാൻ ഇറങ്ങിയത്? ആരാണ്? സന്ദരയിലെ ഓറഞ്ചുകളാണ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. അച്ചാനക്ക് കോൺ സാമനെ ആ ഗയാ. അച്ചാനക്ക് പെട്ടെന്ന് ആരാണ് അവർക്ക് മുമ്പിലേക്ക് വന്നത്? ആരാണ്? ബാലു. ഇതൊക്കെ നമുക്ക് ഈ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ കിട്ടൂലേ. ബാലുക്കെ മുഹുമേ. ബാലുവിൻ്റെ വായിൽ നമുക്ക് ഈ സെന്റൻസിലേക്ക് നോക്കാം. മുഹുമേ കണ്ടെന്താ? പാനിയാണ് അല്ലേ. അപ്പം ഇതിൽ പാനി ഉണ്ടോ? ഉണ്ട്. മുഹുമേ പാനി ആ ഗയാ. ബാലുവിൻ്റെ വായിൽ വെള്ളം വന്നു. കഹാനിക്ക് ഉചിത് ശീർഷകതയും കഹാനിക്ക് ഉചിതമായ ഒരു ശീർഷകം നൽകാനാണ് പറഞ്ഞത്. ശീർഷകം നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തലക്കെട്ട്, അതായത് അതിനൊരു പേര് കൊടുക്കുക. അപ്പം ഈ കഹാനിക്ക് നിങ്ങൾ പഠിച്ച പേര് കൊടുക്കരുത്. നമ്മൾ പഠിച്ചെന്താണ്? ദോ സന്ദരി എന്നാണ് പഠിച്ചത് അല്ലേ. ആ പേരല്ലാതെ വേറെ പേര് നിങ്ങൾ കൊടുക്കുക. അപ്പം എന്താണ് എഴുതേണ്ടത്? ഗൂമനെ നിഗലെ എന്ന് വേണമെങ്കിൽ എഴുതാം. ബാലു ആയ എന്ന് എഴുതാം. ദോ സന്ദരെ ഗൂമനെ നിഗലെ. സന്ദരി എന്ന് മാത്രം വേണമെങ്കിൽ കൊടുക്കുക. ഓക്കെ. സന്ദരി എന്ന് മാത്രം വേണമെങ്കിൽ കൊടുക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ അതിനൊരു പേര് കൊടുക്കുക. പിന്നെ അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അച്ചാനക് സന്ദര സാമനെ ആ ഗയാ. അച്ചാനക് ബാലു സാമനെ ആ ഗയാ. അച്ചാനക് ഹാത്തി സാമനെ ആ ഗയാ. പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് വന്നത് ആരാണ്? സന്ദരയാണോ മുമ്പിലേക്ക് വന്നത്? ബാലു ആണോ മുമ്പിലേക്ക് വന്നത്? ഹാത്തിയാണോ മുമ്പിലേക്ക് വന്നത്? ബാലു ആണ് അല്ലേ. അച്ചാനക് ബാലു സാമനെ ആ ഗയാ. ഇതാണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സൂചനയിലേക്ക് ഒന്നും കൂടെ നോക്കിയാൽ മതി. അവിടെ ആ സെൻറ്റൻസ് തന്നെ ഉണ്ട്. അച്ചാനക് ഏക് ബാലു സാമനെ ആ ഗയാ. കണ്ടാ? ബാലു സാമനെ ആ ഗയാ. ഇവിടെ എന്താണ്? ബാലു സാമനെ ആ ഗയാ. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാനാണ് നിങ്ങൾക്ക് തരുന്ന സൂചന. അപ്പോൾ ഈ സൂചന നോക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനായിട്ട്. നിങ്ങൾക്ക് തരുന്ന എല്ലാ ആക്ടിവിറ്റിയിലും ഒരു സൂചന തന്നിട്ടുണ്ടായിരിക്കും. ആ സൂചന നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കുക. താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ഇനി വായിക്കാൻ ഇപ്പോഴും പ്രയാസമുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപോലുള്ളത് ഇങ്ങനെ നോക്കുക. ബാലുക്കെ മുഹുമേ അതേപോലെ എഴുതിയത് ഇവിടെ ഉണ്ടോ നോക്കുക. എന്തൊക്കെയാണ്? മുഹുമേ എന്നുണ്ട് അല്ലേ. ഫുള്ളില്ലെങ്കിലും മുഹുമേ എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ അതിൻ്റെ അടുത്തത് എന്താണ്? പാനി ആ ഗയ. ആ ഗയ അവിടെ ഉണ്ട്. പാനിയാണ്. അപ്പോൾ പാനി ഇതിലും ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിന് ശേഷം ഇനി വേറെയും നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഇടുന്നതാണ്. കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വിടും. എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ് നന്നായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും എന്നെ അറിയിക്കണം. പല കുട്ടികളും അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലൈക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത്. വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരോടും ക്ലാസ് കാണാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനൊക്കെ ഒന്ന് പറയുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചു.